മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, നബിയേ ഔസീനി ബിൽ ജന്ന, സ്വർഗത്തിലെത്താനുള്ള ഒരു സ്വഭാവത്തെ പറ്റി നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിയോടെ പറഞ്ഞു, ലാ തഗ്ളബ്, കോപിക്കരുത്. ദേഷ്യം അടക്കാൻ എനിക്ക് കഴിവുണ്ടോ എങ്കിൽ നീ രക്ഷപ്പെടും. ഇന്ന് പെട്ടെന്ന് ആളുകൾക്ക് ദേഷ്യ, അവനവന്റെ കുറ്റങ്ങൾ പോലും മറയ്ക്കാൻ ദേഷ്യ. ഒരല്പം ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ പലതും രക്ഷപ്പെടും, പല കുടുംബവും നന്നാവും. ഒരു സെക്കൻഡ് നേരത്തേക്കുള്ള വാവിട്ട വർത്താനത്തിന്റെ പേരിൽ പിന്നെ 1000 മധ്യസ്ഥം പറഞ്ഞാലും തീരാത്ത കുടുംബ മുറിയലുകളിലേക്ക് ആ വിഷയത്തും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈമാനിന്റെ ദൗർബല്യം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു വാളെടുത്ത് റസൂലുള്ളാന്റെ കഴുത്തിന്റെ നേരെ നീട്ടി ശത്രു ചോദിച്ചു, മുഹമ്മദ്, ആര് നിന്നെ രക്ഷപ്പെടുത്തും? മുഹമ്മദ് നബി പുഞ്ചിരിയോടെ പറഞ്ഞു, അല്ലാഹു. നിങ്ങൾ ആലോചിച്ചു നോക്കി, ആ സമയത്ത് റസൂലുള്ള അങ്ങനെ ബേജാറായി സങ്കടപ്പെട്ട് പടച്ചമ്പുരാന് കുടുങ്ങിയല്ലോ എന്ന ബേജാറല്ല. ഒരു വിഷാദത്തിനും റസൂൽ അടിമപ്പെട്ടിട്ടില്ല. അതേ പ്രവാചകൻ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വാള് നിലത്ത് വീണ് പതെടുത്തിട്ട് അവന്റെ കഴുത്തിന്റെ നേരെ നീട്ടിയിട്ട് ചോദിച്ചു, നിന്നെയോ മുഹമ്മദ്, നീ സ്വതന്ത്രനാ, പോയിക്കോ. അത് നിയന്ത്രിക്കാൻ പറ്റുമ്പോണ്ടാകുന്ന ഈമാനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് ഒരു ഹോണടിച്ച 10 ഹോൺ തിരിച്ചടിച്ചോനെ വെറുപ്പിച്ചിട്ടേ നമ്മൾ പോകും. ഈമാനിന്റെ ദൗർബല്യമാ, ദുർബലതയാണത്. ഒന്നിങ്ങോട്ട് പറഞ്ഞാൽ 4 പറഞ്ഞ് ജയിക്കാൻ ആവശ്യമുള്ളവൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവൻ ഈമാനിന്റെ